കമ്മീഷണർ കാശിയുടെ ചട്ടമ്പി പെണ്ണ്. രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. യാതൊരു ഭാവവ്യത്യാസമില്ലാതെ കൂളായി അവൾ അയാളെയും കൂടി പുറത്തേക്ക് നടക്കാൻ തുനിഞ്ഞപ്പോൾ കാശിക്ക് ധാർമ്മിക രോഷം ഉണർന്നു. ഇവിടുന്ന് പോയി വെറും മണിക്കൂറുകൾക്കുള്ളിൽ രാഷ്ട്രീയ സ്വാധീനത്തിലും പണക്കൊഴുപ്പിലും വീണുപോയ പെൺകുട്ടിയുടെ മാറ്റം കണ്ട് കാശിനാഥന് തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെയായി. പക്ഷെ അടുത്ത നിമിഷം ആൺ സിംഹത്തെ പോലെ അവൾക്ക് നേരെ ആക്രോശിച്ചു. അവിടെ നിൽക്കടി. അവന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യത്തിൽ ആ സ്റ്റേഷനൊന്ന് വിറച്ചു. അവനോട് മുന്നിലേക്ക് നടന്നെന്ന് ദേഷ്യത്തോടെ ചോദിച്ചു. പണം വാങ്ങിച്ച് നീ എന്തും ചെയ്യോ? നീ ആള് കൊള്ളാലോ. നിനക്കെന്താ തൊഴിൽ? നിയമത്തെ കളിപ്പിക്കാൻ നോക്കുന്നോ നീ? നിന്റെയോ നിന്റെ അച്ഛന്റെയോ ഉണക്കപരാതി കള്ളാസ് ഇല്ലാതെ തന്നെ ഈ കേസ് ഞാൻ സ്വമേധയാ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റും. വേണ്ടി വന്നാ ഇപ്പൊ കിട്ടിയ തെളിവ് വെച്ച് വാദിയായി നിന്നെ പ്രതിയാക്കി മാറ്റും ഞാൻ. കാണോ നിനക്ക്? കാണോ? കാശിനാഥന്റെ രൗദ്രഭാവം കണ്ട് അവളുടെ സകല ധൈര്യവും ചോർന്നു പോയി. ഭയം കൊണ്ട് വിറച്ച് അവൾ അയാൾക്ക് മുമ്പിൽ ഒരു കുറ്റവാളിയെ പോലെ തലകുനിച്ച് നിന്നു. സാറ് ചെയ്യുന്ന നന്മയാണെന്നറിയാം. മയക്കുമരുന്നിന് അടിമയായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒടുവിൽ കിട്ടാതെ ഏതോ ഡ്രൈനേജിൽ അടിഞ്ഞീരാണ്ട് എന്നെ അവിടെ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവന്നല്ലോ. നന്ദിയുണ്ട്. ഒരുപക്ഷെ എൻ്റെ ഈ ശരീര സൗന്ദര്യവും ഇതിൽ ഓജസ് ഉപയോഗിച്ച് ഒരു 3-4 വർഷമെങ്കിലും ഈ മറുപടി ഞാൻ പിടിച്ചു നിൽക്കുമെങ്കിലും ഒടുവിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും അന്ത്യത്തിൽ സംഭവിക്കുക. എനിക്ക് വേറെ നിവൃത്തിയില്ല സാറേ. അവരൊക്കെ വമ്പന്മാരാ. എന്നെ തന്നെ തെറ്റാ. ഞാൻ ഡ്രഗ്സിന് അടിമയായിപ്പോയി. എന്നെ പഠിക്കാനുള്ള ശേഷി തീർന്നു. ഇച്ചിരി സാധനത്തിന് വേണ്ടി ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അനുസരിച്ചു. എല്ലാം അതിനു വേണ്ടി എൻ്റെ ഭാവി തുലഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ ഒരു സാധാരണ പെൺകുട്ടിയെ പോലെ എനിക്ക് യുവമാരുടെ ഒക്കെ പൊരുത്തി വെച്ച് നിൽക്കാൻ പറ്റില്ല. യുവമാരുടെ ആൾക്കാർ വീട്ടിൽ വന്ന് കാശ് തന്നിരുന്നു. പക്ഷെ അത് ഞാൻ വായിച്ച് എൻ്റെ അച്ഛന് കോളേജിൽ അയക്കും വരെ എന്നിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഞാൻ കളഞ്ഞു. അച്ഛനോട് ഞാൻ മയക്കുമരുന്ന് അടിമയായ കാര്യം ഇപ്പോൾ പറഞ്ഞു. അവർ നൽകിയ കാശ് വാങ്ങി എൻ്റെ അച്ഛൻ എന്നെ ചികിത്സിക്കും. ഞാൻ വരുത്തി വെച്ച കടവും വീട്ടും റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോയി പഴയ മകളായി മാറ്റും. ഇവരോട് എതിർത്ത് എനിക്ക് എൻ്റെ മാനവും എൻ്റെ ജീവിതം തകർന്ന് ഒടുവിലൊരു സർക്കാർ റെസ്ക്യൂ ഹോമിലാക്കി ഞാൻ അതിജീവിതയായിട്ട് കാലം കഴിയേണ്ടി വരും. അതിലും ഭേദം ഇവർ തരുന്ന വൻ തുകയും വാങ്ങിച്ച് എന്നെ ചികിത്സിച്ച് ഞാൻ ഏതെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് സാറ് ഞങ്ങളെ വിട്ടേക്ക്. വാർത്തയായി സമൂഹത്തിന് കടിച്ചുകയറാൻ വിട്ടുകൊടുക്കാതെ ഞങ്ങൾ ഒഴിവാക്കിയേക്ക്. ഈ കേസ് ഞങ്ങൾക്ക് വേണ്ട. അതും പറഞ്ഞ അവൾ അച്ഛനെ കൈപ്പിടിച്ചാണെന്ന് നീങ്ങിയപ്പോൾ പിന്നെ കാശിനാഥനൊന്നും മിണ്ടാൻ സാധിച്ചില്ല. സാറേ, ഇനിയൊന്നില്ല ഞങ്ങളിവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ലോക്കപ്പിള്ള പ്രതികൾ ഒച്ച വെച്ച് ചോദിച്ചു. തുറന്നു വിടൂ, കാശി പോലീസുകാരോട് പറഞ്ഞു. പരാതിക്കാരൻ തന്നെ മൊഴിമാറ്റിയോടെ ശക്തമായ തെളിവുകളുണ്ടായിട്ടും നിയമത്തിന്റെ ചില സാങ്കേതികത്വങ്ങൾ കാരണം കാശിനാഥന് ആ പ്രതികളെ ലോക്കപ്പിൽ നിന്ന് തുറന്നു വിടേണ്ടി വന്നു. രാഷ്ട്രീയ മേലാളന്മാരുടെ മക്കളായ ആ കുറ്റവാളികൾ തങ്ങൾ ജയിച്ചെന്ന ഭാഗത്തിൽ ലോക്കപ്പിന് പുറത്തേക്ക് ഇറങ്ങി. കാശിനാഥൻ അവരെ ഓരോരുത്തരെയായി തന്നെ മുന്നിൽ നിർത്തി. ഒരു പുച്ഛത്തോടെ അതിലേറെ നിയമവ്യവസ്ഥയുള്ള ഇത്തരം മേലാളന്മാരുടെ ഇടപെടലുകളെ പരിഹസിച്ചെന്നോണം ലോകപ്പിലെ കിടപ്പിലാൽ പലങ്കോലമായിരിക്കുന്നവരുടെ വസ്ത്രങ്ങളൊക്കെ ആവുന്നതിനെ കൃത്രിമ ഭവ്യതയോടെ നേരിട്ട് ശരിയായി കൊടുത്തു. അപ്പോൾ അവരുടെ മുഖത്ത് അഹങ്കാരം നിഴലിച്ചു. എന്നാൽ അവർ സ്റ്റേഷന് പുറത്തേക്ക് വിടുന്നതിന് തൊട്ടു മുമ്പ് അവരുടെ അഹങ്കാരം നിറഞ്ഞ മുഖങ്ങളിലേക്ക് നോക്കി. കാശിനാഥൻ തന്റെ ജീവിതത്തിൽ ഏറ്റവും കർശനമായ മുന്നറിയിപ്പ് നൽകി. അവന്റെ കണ്ണുകളിൽ തീപ്പൊരി പാറുന്നുണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ അച്ഛന്മാരുടെ പണവും സ്വാധീനം കാരണം നിങ്ങളിപ്പോ രക്ഷപ്പെട്ടു. പക്ഷെ ഓർത്തു വെച്ചോ, ഒരു ദിവസം, ഒരൊറ്റ ദിവസം മതി, ഞാൻ നിങ്ങളെല്ലാവരെയും നിയമത്തിന്റെ ഈ ഇരുമ്പഴിക്കുള്ളിൽ തന്നെ കൊടുക്കും. ആ വാക്കുകളുടെ ചൂടറിഞ്ഞ് ആ തെമ്മാടികളുടെ മുഖത്തെ ചിരിമാഞ്ഞു. തുടർന്ന് കാശിനാഥ് അവരെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിട്ടു. നിയമം താൽക്കാലികമായി തോറ്റിരിക്കാം, പക്ഷേ കാശിനാഥൻ എന്ന പോലീസ് ഓഫീസറുടെ പോരാട്ടം അവിടെ അവസാനിക്കുന്നില്ലെന്ന പ്രഖ്യാപനമായിരുന്നു ആ സ്റ്റേഷൻ മുറിയിൽ അവശേഷിച്ച്. വേനലിന്റെ കാഠിന്യം കൂടി അന്ന് നഗരം സൂര്യന്റെ ഉഗ്രതാപത്താൽ ചുട്ടുപൊള്ളുകയായിരുന്നു. കാശിനാഥ് കമ്മീഷണർ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ട്രാഫിക്കിലെ ചൂടും തിരക്കും വീക്ഷിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ മഹാത്ഭുതം സംഭവിച്ചത്. ട്രാഫിക്കിലെ വാഹനങ്ങളെ മറികടന്നുകൊണ്ട് ഒരു സ്കൂട്ടിൽ കറുത്ത കൂളിംഗ് ഗ്ലാസ് ധരിച്ചൊരു പെൺകുട്ടി മിന്നൽ വേഗത്തിൽ പാഞ്ഞെത്തി. പോലീസുകാർക്ക് കൈ കാണിക്കാൻ പോലും സമയം കിട്ടും മുമ്പേ അവൾ വളരെ സ്മാർട്ടായി സ്കൂട്ടി ബ്രേക്ക് ഇട്ട് കാശിനാഥിന് മുമ്പിൽ നിർത്തി. അപ്പോഴേക്ക് പോലീസുകാർ അവൾ തടഞ്ഞു നിർത്തി. എന്തൊരു പോക്കാമേട ഇത്? തിരക്കാണോ? എന്തായാലും രേഖകളൊക്കെ കാണിച്ചു പോയാൽ മതി. പോലീസുകാരൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ കൂസില്ലാതെ, രേഖകളോ? അതെന്താ സാധനം എന്ന് ചോദിച്ച് അമ്മമാരുടെ മുഖത്തേക്ക് നോക്കി പുച്ഛിച്ചിരിച്ചു. രേഖകൾ എന്ന് പറഞ്ഞറിയാത്ത മലയാളി പെൺകുട്ടിയോ? കാശിനാഥ് ജീപ്പിൽ നിന്നിറങ്ങി അവിടെ അടുത്തേക്ക് നടന്നു. എന്താ നിന്റെ പേര്? കൗശിക. എവിടന്നാ വരുന്നേ? ഞാൻ ഇടുക്കിയിൽ നിന്ന് അങ്കമാലിയിലേക്കുള്ള എൻ്റെ അമ്മായിയെ കാണാൻ പോവാ. ഈ സ്കൂട്ടിയിലോ? അതെന്താ, ഇത് ആക്സിഡന്റ് കൊടുത്താൽ നീളത്തിലല്ലേ പോകുന്നത്? വട്ടത്തിലാണോ? എന്നാലും ഇത്രയും ദൂരം ഒറ്റയ്ക്ക് 2 വീലർ സാധാരണഗതിയിൽ ആരും ചിന്തിക്കാത്ത കാര്യമാണ്. സാധാരണക്കാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. സാറിന് ഇപ്പം എന്താ വേണ്ടത്? നല്ല ഫോമിലാണോ? ഉള്ളിൽ വല്ലതും ഉണ്ടോ? സംശയം തോന്നിയ കമ്മീഷണർ കയ്യിൽ മറച്ചു പിടിച്ചിട്ടുണ്ടായിരുന്ന ബ്രെത്ത്ലൈസർ ആളുടെ മുഖത്തിന് നേരെ കൊണ്ടുപോയി ഊതാൻ പറഞ്ഞു. എന്നാൽ അവൾ ഊതുന്നതിന് പകരം കാശിനാഥന്റെ കൈ കയറി പിടിച്ച് അത് കാശിനാഥന്റെ മുഖത്തേക്ക് നീട്ടിവെച്ച്, സാറാദ്യം ഇതിൽ ഊത്, എന്നിട്ട് ഞാൻ ഊതാം.
എന്ന് പറഞ്ഞ് കുസൃതിയോടെ കുറുമ്പ് കാണിച്ചു നിന്നു. വിടറി, എന്ത് വൃത്തിയാണ് നീ കാണിക്കുന്നത്? മര്യാദക്കിതിലെ ഊതുകൊച്ചെ. പക്ഷെ എത്ര പറഞ്ഞിട്ടും അവൾ ഊതാൻ കൂട്ടാക്കിയില്ല. സാറാദ്യം ചെയ്ത് കാണിക്കും, എന്നിട്ട് ഞാൻ ഊതാം. കുട്ടി ചുമ്മാ കളിക്കല്ലേ, ഇതിൽ ഊതിയിട്ട് കുഴപ്പമില്ല, നീ എവിടെ നിന്ന് വെച്ചാൽ പോയിക്കോ. പക്ഷെ ഊതാതെ നിന്നെ വിടില്ല. സാറിനെന്ത് ഊതിയാല്? സാർ ഊതാൻ ഞാനും ഊതില്ല. ആൾ പറയുന്നതായിട്ട് അനുസരിക്കാൻ കാശാദനം തയ്യാറല്ലായിരുന്നു. അതിന് പ്രസ്റ്റീജ് അതിനെ അനുവദിച്ചില്ല. ആകെ ഒരു വശപ്പശ കാണൂടി നിന്റെ പെരുമാറ്റം കണ്ടിട്ട്. എന്നതിന്റെ ബാഗിൽ കാണട്ടെ. കാശാദ് ബാഗ് വെച്ചെങ്കിൽ അവൾ നൽകിയില്ല. ഇവളെ പൊക്ക്, ഇവള് നോർമലല്ലെന്ന് തോന്നുന്നു. പോലീസ് വാഹനത്തിലുള്ള വനിതാ പോലീസിനെ നോക്കി അവളെ കസ്റ്റഡി എടുക്കാൻ ഉത്തരവിട്ടു. കൗശികക്ക് അത് കിട്ടി യാതൊരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുമെന്നും ബഹളമുണ്ടാക്കുമെന്നായിരുന്നു കാശിനാഥൻ കണക്കുകൂട്ടിയിരുന്നത്. തന്നെ കസ്റ്റഡി എടുക്കാമെന്ന വനിതാ പോലീസുകാരോടൊപ്പം പുഞ്ചിരിച്ചുകൊണ്ട് പോലീസ് വാഹനത്തിൽ പോയിരിക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് അത്ഭുതം തോന്നി. കാശിനാഥനും പോലീസുകാർ അവളെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് തിരിച്ചു. ആളുടെ വണ്ടി ഒരു പോലീസുകാരനെ കൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ ഏർപ്പാടാക്കി. പക്ഷെ എത്ര പരിശോധിച്ചിട്ടും ആളുടെ കയ്യിൽ നിന്നോ ബാഗിൽ നിന്നോ സ്കൂട്ടിയിൽ നിന്നോ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. മാത്രമല്ല ബ്രത്ത്ലൈസറിൽ അവൾ ഊതി, പക്ഷേ അവൾ മദ്യപിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ സ്കൂട്ടിയിൽ കടുമാങ്ങാച്ചാറും എണ്ണയിൽ വറുത്തെടുക്കുന്ന ഉപ്പിട്ട ഉണ്ടമുളകും പൊതിയും പൊടിക്കാതെ തേയില കിളുന്ത് പേക്കും. ഇതൊക്കെ എന്താടി? ഇതൊക്കെ ആർക്കാ? കാണുന്നില്ലേ, അച്ചാറും മുളകും തേയിലപ്പൊടി എല്ലാം ഒറിജിനൽ നാടൻ സാധന. അമ്മ അമ്മൂമ്മയ്ക്ക് കൊടുത്തിട്ടാ. അതോടെ കമ്മീഷൻ നാണം കിട്ടും. നിന്റെ കുരുത്തക്കേട് കാരണല്ലേ ഇത്രയും സമയം ഇത്. പോയിക്കോ. കാശിനാഥ് അവളെ പറഞ്ഞു വിട്ടു. പോകാൻ നേരത്ത് ആൾ അവനെ നോക്കിയെന്ന് ചിരിച്ചു. കാശിനാഥന് സംശയം തന്നെ ആക്കി ചിരിച്ചതാണോ എന്ന്. എന്താടി ഒരു ഇളി? വേഗം പോക്കോ. കാശിനാഥന്റെ വിരട്ടിലോ കസ്റ്റഡി എടുത്തുകൊണ്ടുവന്ന ശേഷമുള്ള സ്റ്റേഷൻ നടപടികളൊന്നും ആളെ ബാധിച്ചില്ല. ആളുടെ പ്രസരിപ്പ് ഉന്മേഷം ഒട്ടും കുറഞ്ഞില്ല. വീണ്ടും കാശിനാഥനെ നോക്കിയൊരു പുഞ്ചിരി കൂടി കൊടുത്ത ശേഷം ആൾ സ്കൂട്ടി എടുത്ത് സ്റ്റേഷൻ വിട്ടുപോയി. എന്റെ അമ്മു, എന്തൊരു മുതൽ! പേടിയോ പരിഭ്രമോ ലെവലേഷൻ തൊട്ട് തീണ്ടിയിട്ടില്ല. കൗശിക അങ്കമാലിയിലെ പുളിയങ്ങാൻ റോഡിലേക്ക് പ്രവേശിച്ചു. കുറച്ചുകൂടി പോയപ്പോൾ അവൾ കണ്ടു പഴയ നാലുകെട്ട് തറവാട്. റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ആ വലിയ പടിപ്പുര ഗേറ്റും വിവാസു നിലയമേതും അതിൽ ഗേറ്റും എഴുതി വെച്ചിട്ടുമുണ്ട്. റോഡിനോട് ചേർന്നുള്ള ഈ മനയും ഈ ഗേറ്റും മതിൽക്കെട്ടിലെ തന്റെ പേരുമൊക്കെ അമ്മ പറഞ്ഞിരുന്നു. പുറപ്പെടുമ്പോൾ അമ്മ ഒന്നുകൂടെ സൂചിപ്പിച്ചിരുന്നു. മോളെ കൗശി, വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ അടയാളം വെച്ച് കണ്ടെത്താനൊന്നും പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതൊക്കെ പൊളിച്ചു കളഞ്ഞ് പുതിയ വല്ല വീടും കെട്ടിയിട്ടുണ്ടാവും വാസുവേട്ടൻ. അച്ഛൻ്റെയും അമ്മയുടെയും വാത്സല്യവും തൻ്റെ അരുമയായ ഏക സഹോദരി ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെയെല്ലാം വിട്ട് ഇറങ്ങിപ്പോയതിൻ്റെ കലിപ്പ് ഉണ്ടാവാണ്ടിരിക്കില്ല. അന്നത്തെ കാലത്ത് നമ്പൂരി സ്ത്രീക്ക് നായന്മാരിലും തീയന്മാരിലും വേളി പാടില്ലാലോ. ആൾ ചുമരിൽ കണ്ട വിവാസനില എന്ന പേരൊന്നുകൂടി നോക്കി. തൻ്റെ അമ്മയുടെ പേര് തുറന്നു കിടന്ന ഗേറ്റിലൂടെ അകത്തേക്ക് കയറുമ്പോൾ ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. പഴയ നാലുകെട്ടും വീടൊക്കെ ആണെങ്കിലും ഒക്കെ നവീകരിച്ച് ഭംഗി നിലനിർത്തിയിട്ടുണ്ട്. അപരിചിതത്വം തോന്നുന്നുണ്ടെങ്കിലും ഉള്ളിലൊരു ആത്മധൈര്യം ഉണ്ടായിരുന്നു. ആൾ പതുക്കെ വണ്ടിയും കൊണ്ട് മുറ്റത്തിയെന്ന് മുറ്റത്തന്റെ അമ്മയുടെ അത്രയും പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ നിൽപ്പുണ്ട്. ചെടിച്ചട്ടികളിൽ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അതായിരിക്കും ശ്രീദേവി അമ്മായി, അമ്മയുടെ ഉറ്റ സ്നേഹിതയായ നാത്തൂന്. അവർ തന്നെ നോക്കിയാണ്. കൗശിക സ്കൂട്ടി നിർത്തി സ്റ്റാൻഡിൽ വെച്ചു. അപ്പോഴേക്കും ആ സ്ത്രീ അവിടെ അടുത്തിയെന്ന് ചോദിച്ചു. ആരാ? ഞാൻ കൗശിക, ഇടുക്കിന്ന് വരുന്നു. ശ്രീദേവി അമ്മായില്ലേ? മനസ്സിലായില്ല. മോളാരാ? ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട നാത്തൂന്റെ മകളാ. ഈശ്വര, വിവാസുവിന്റെ മകളാണോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് അവർ കുറെ കൂടി അടുത്തു വന്നു. കൗശികയുടെ മുഖം ഒന്നുകൂടി നോക്കി. ശരിയാ, ചോദിക്കാനൊന്നുമില്ല, എന്റെ വിവാസുവിനെ പോലെ തന്നെയുണ്ട്. അതും പറഞ്ഞ ശ്രീദേവി അമ്മായി രണ്ട് കൈ കൊണ്ട് അവിടെ കവിളിൽ തലോടി. അതേ കണ്ണ്, അതേ മൂക്ക്, അതേ ചുണ്ട്. ആർക്ക് സന്തോഷ ആശ്ചര്യം കൊണ്ട് തന്റെ വികാരം അടക്കാനാവുന്നില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവർ കണ്ണമിടറിക്കൊണ്ട് അവളുടെ നീണ്ട മുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. മോളുടെ മുടി പോലും അങ്ങനെ തന്നെ. എന്റെ നാത്തൂന്റെ ഇതുപോലുള്ള മുടിയിൽ പേ നോക്കുമ്പോ എന്റെ മോൻ കാശിനാഥ് വന്ന് പറയും, അമ്മ എന്റെ നോക്ക് എനിക്ക് പേന് കടിച്ചാണെന്ന്. എന്റെ കാശിക്ക് കാശിനാഥെന്ന പേര് വെച്ച പോലും എന്റെ നാത്തൂൻ വിവാസുവാ. അവള് പോകുമ്പോ അവന് 1.5 വയസ്സായിരുന്നു. അവൾക്ക് സുഖം തന്നെയല്ലേ? അതെ അമ്മായി, വാ മോളെ, ഇവിടെ നിൽക്കാതെ അകത്തേക്ക് കയറ്. ഒരു മിനിറ്റ് അമ്മായി എന്ന് പറഞ്ഞ് അവൾ സ്കൂട്ടിൽ നിന്ന് അമ്മ കൊടുത്തയച്ച സാധനങ്ങളുടെ ഓരോന്നെടുത്ത് അതൊക്കെ കയ്യിലെടുത്ത് അമ്മയോടൊപ്പം അകത്തേക്ക് കയറി. ശ്രീദേവി അമ്മായിക്ക് മോളോട് ഒരുപാട് ചോദിക്കാനുണ്ട്. അവളെയും കൂട്ടി അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അവർ പറഞ്ഞു. വീടിന്റെ അകത്തളത്തിലെ ഇരിപ്പിടത്തിൽ അവളെ കൊണ്ടിരുത്തി. അവളോട് ചേർന്നിരുന്നു. സ്നേഹലാളനയോടെ അവളുടെ കൈയെടുത്ത് അവർ തന്നെ ഉള്ളം കയ്യിൽ ചേർത്ത് പിടിച്ചു. ഇനി പറ, എന്റെ വിവാസു ഇപ്പൊ എവിടെയാ? വിവാസു നാത്തൂന് ഇറങ്ങിപ്പോയ തൊട്ട് അവരുടെ ജീവിതഗതി എന്തായി തീർന്നതിനെ കുറിച്ച് അറിയാനുള്ള ത്വര മനസ്സിൽ ഇത്രയും നാളും അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. ആ ജിജ്ഞാസ മൂലം അത്യാവശ്യം അറിയേണ്ട പല കാര്യങ്ങളും ഇടതടവില്ലാതെ അവരവളോട് ചോദിച്ചുകൊണ്ടിരുന്നു. എല്ലാത്തിനും അവൾ കൃത്യമായ ഉത്തരം കൊടുത്തപ്പോൾ അവർക്ക് ആശ്വാസമായി. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ പറഞ്ഞു. ഈ ജന്മത്തിൽ വിവാസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നു, മോളെ കാണാൻ കഴിയുന്നെന്ന് കരുതിയതല്ല. എന്തായാലും കുടുംബക്കാരെ അച്ഛനെയും അമ്മയും സഹോദരനെയും വിട്ടുപോയെങ്കിലും നല്ലൊരു ജീവിതം കിട്ടിയില്ല അവൾക്ക്. ഭംഗിയായി ജീവിച്ചു വന്നല്ലോ, സന്തോഷമായി. ഞങ്ങളേക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ.
അതിലുപരി എൻ്റെ മോളിവിടെ വന്നല്ലോ. ഞങ്ങൾ അന്വേഷിച്ചു. ബന്ധുക്കാരെയൊക്കെ പുച്ഛത്തോടെ കാണുന്ന ഇന്നത്തെ തലമുറയുടെ സ്വഭാവമൊന്നും മോൾക്കില്ലാത്തത് നന്നായി. അമ്മേൻ്റെ കുഞ്ഞുനാളിലെ ഈ തറവാടിനെയും വാസുമാമിനെ കുറിച്ചും ശ്രീദേവി അമ്മയെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ ഈ തറവാടിനെ കുറിച്ച് എടുത്ത് താമസിക്കുന്ന നിങ്ങളെക്കുറിച്ച് ഒരു ഏകദേശം രൂപമൊക്കെ വരും. അമ്മ മനസ്സിൽ വരച്ചിട്ട് അതേ രൂപം തന്നെയാണ് ഞാനിപ്പോൾ കാണുന്ന അമ്മായിക്കും. ആണോ? ശ്രീദേവി അമ്മായി ആശ്ചര്യം കൊണ്ട് ചോദിച്ചു. സത്യം അമ്മായി, അതുപോലെ തന്നെയാ. കൗശിക അത് പറഞ്ഞ് ചിരിച്ചു. ശ്രീദേവി അമ്മായിക്കും സന്തോഷം അടക്കാനായില്ല. ആരും അവളുടെ ചിരിയിൽ പങ്കുചേർന്നു. മോളിവിടെ ഇരിക്കും, ഞാൻ നല്ല സദ്യ ഉണ്ടാക്കാം. ആദ്യമായിട്ട് വന്നല്ലേ? അമ്മായി, ഞാനിന്ന് പോകുന്നില്ല. ഞാനൊരു പഠനത്തിന്റെ ആവശ്യത്തിന് വന്നതാ. ആണോ? എങ്കിലും അതിൽ വരെ സന്തോഷം എന്തുണ്ട്. ഞാൻ അമ്മയെ വിളിച്ചുതരാം. അതും പറഞ്ഞ് കൗശിക ഇടുക്കിയുള്ള തന്റെ അമ്മയെ വീഡിയോ കോൾ വിളിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.